Hello students, now we move to the next definition, curvature of a plane curve. What is a plane curve? A curve which is drawn in a plane is called a plane curve. Curvature of a plane curve is defined as follows. Suppose that a particle moves along a smooth curve in a plane. If the plane is the plane of this board, I can give the particle movement say using this curve. When the particle moves along this curve, the unit tangent vector turns as the curve bends. Curve മാറുന്നതനുസരിച്ച് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ടാൻജന്റ് നിങ്ങൾക്കറിയാം, ടാൻജന്റിന്റെ ഡയറക്ഷൻ ഈ പോയിന്റിലാണെങ്കിൽ ഇതാണ് ടാൻജന്റ് എന്ന് നിങ്ങൾക്കറിയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി ബാർ കണ്ടുപിടിക്കുക. അടുത്തത് ഇവിടെയാണെങ്കിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ, ടാൻജന്റ് ഇതാണ്, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുക. ഇവിടെ വരുമ്പോഴത്തേക്കും ടാൻജന്റ് ഇങ്ങനെ ഇരിക്കും, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുക. ടി ബാർ as the curve bends, T bar turns. T bar turns with respect to the movement of the particle or with respect to the length of the curve. Rate of change of T bar with respect to the length of the curve, that is called the curvature. That is, we can represent it by the differential dt bar by ds. Rate of change of unit tangent vector with respect to the arc length is called the. ഇപ്പോൾ ടി ബാർ ഇവിടെ എങ്ങനെയാണ്, അത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു റേറ്റ്. അപ്പോൾ അതൊരു അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും. റേറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നുമില്ല. ഈ ടേണിങ്ങിൻ്റെ ഒരു റേറ്റാണ് കർവേച്ചർ എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് കർവേച്ചർ ഈസ് ഡിനോട്ടഡ് ബൈ എ ഗ്രീക്ക് ലെറ്റർ കാപ്പ. കെ അല്ല, ഇങ്ങനെ ഒരു വളവും കൂടെ ഉണ്ട്. കർവേച്ചർ ഈസ് ഡിനോട്ടഡ് ബൈ ദിസ് സിമ്പിൾ. അപ്പോൾ നമുക്കതിൻ്റെ റേറ്റ് മതി, അതുകൊണ്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് തന്നെ കാപ്പായെ എഴുതാം. റേറ്റ് ഓഫ് ചേഞ്ച് കാപ്പ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ടി. ഇത് നെഗറ്റീവായിട്ട് കിട്ടിയാലും പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. ആൻഡ് കാപ്പ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. കാപ്പ ഈക്വൽ ടു മോഡ് ഡി ടി ബാർ ബൈ ഡി എസ്. പക്ഷെ നമുക്കറിയാം നോർമലി ടി ബാർ എസിൻ്റെ ടേംസിലായിരിക്കത്തില്ല, എസ് ആർക്കിൽ എന്ന് വരാൻ പറ്റും. പൊസിഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ടി ബാർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടി ബാർ വി ബാർ ബൈ മോഡ് വി ബാർ എന്നാണ്. വി ബാർ ബൈ മോഡ് വി ബാർ എന്നാണ്. വി ബാർ എന്ന് പറയുന്നത് ടി ആർ ബാർ ബൈ ഡി ടി. ആർ ബാർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി, ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. അപ്പോൾ കാപ്പ എസിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് അങ്ങനെയല്ല തന്നിരിക്കുന്നതെങ്കിൽ എളുപ്പമല്ല. അതുകൊണ്ട് ഈ ഇക്വേഷനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഡി ടി ബാർ ബൈ ഡി എസിനെ ഡി ടി ബാർ ബൈ ഡി ടി ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഡി ടി ബാർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ് എന്ന് എഴുതാം. ഇൻറ്റു ഡി ടി ബൈ ഡി എസ്. അതിൻ്റെ മോഡുലസ് ആണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ടി ബാർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡി എസ് ബൈ ഡി ടി, ഡി എസ് ബൈ ഡി ടി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മോഡ് ഡി ടി ബാർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എസ് ബൈ ഡി ടി തന്നെ സ്പീഡ് എന്നാണ് അറിയപ്പെടുക, അല്ലെങ്കിൽ അത് മോഡ് വി ബാർ ആണ്. മോഡ് വി ബാർ ഡി ടി ബാർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ, ഇപ്പോൾ അത് ടിയുടെ ടേംസിലാണ്. ഡി ടി ബാർ ടാൻജന്റ് വെക്ടറിനെ ടിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വി ബാർ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് വി ബാർ ടിയുടെ ടേംസിലാണ്. മോഡ് വി ബാർ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എസ് ഇല്ലാതെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. കാപ്പ ക്യാൻ ബി എവാലുവേറ്റഡ് using the unit tangent vector, velocity vector and differentiation with respect to t. ടി ബാർ എസ്സിലായിരിക്കണമെന്നില്ല, ഒരിക്കലും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാപ്പ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ കാൽക്കുലേഷൻ പ്രൊസീജിയറിൽ സാധാരണ ചെയ്യാറുള്ളത്. നൗ ഫസ്റ്റ് വി ക്യാൻ സീ ആൻ എക്സാമ്പിൾ. വാട്ട് ഈസ് എ കർവേച്ചർ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ? ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ കർവേച്ചർ എന്തായിരിക്കും? ഇപ്പോൾ ഈ ഫിഗർ കണ്ട അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടേൺ ചെയ്യുന്ന റേറ്റ് ആണ് നമുക്ക് കർവേച്ചറായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. ഇവിടുത്തെ ടാൻജന്റ് വെക്ടർ ഈ പോയിന്റിൽ എന്തായിരിക്കും? ഇതായിരിക്കും. അടുത്ത പോയിന്റിൽ എന്താ? ഇത് തന്നെയാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ഈ ലൈനിലാണ് ഞാൻ കാണാൻ വേണ്ടി ഇച്ചിരി പൊക്കത്തിലേക്ക് വരയ്ക്കുന്നുള്ളൂ. ഇതേ ലൈനിൽ തന്നെയുള്ള കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടറാണ് ഇവിടുത്തെ നമ്മളുടെ ടി ബാർ. ഈ കാണുന്നതൊക്കെയാണ് നമ്മളുടെ ടി ബാർ. ടി ബാർ മാറിയിട്ടുണ്ടോ?
വെക്ടർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടില്ല. സോ റേറ്റ് ഓഫ് ചേഞ്ച് ചെയ്തിട്ടില്ല, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അല്ലേ അതാണ് പറയുന്നത് കർവിൻ്റെ ബെൻഡിങ്ങിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. കർവിൻ്റെ ടാൻജൻറ്റ് ടേൺ ചെയ്യുന്നത് കർവ് ബെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഈ കർവിന് വളവും തിരിവൊന്നും ഇല്ല. സോ ദിസ് ഹാസ്, അങ്ങനെ ആലോചിച്ചാൽ തന്നെ ദിസ് ഹാസ് കർവേച്ചർ കാപ്പ ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ dt bar by dt ബാർ ബൈ ds പെർ ലെന്ത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടാൻജൻറ്റ് പെർ യൂണിറ്റ് ലെന്തിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടി ബാർ ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്ടർ, ഒരേ വെക്ടർ തന്നെയാണ് ടി ബാർ ആയിട്ട് കണ്ടിരിക്കുന്നത്. സോ നോ ചേഞ്ച്, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതെവിടെ ഏത് ലെന്തിൽ കൊണ്ടുവച്ചാലും ടി ബാർ ഒരേ വെക്ടർ തന്നെയാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് വെക്ടറിൻ്റെ ഡിഫറൻഷ്യൽ 0 എന്നിട്ട് കർവേച്ചർ കാപ്പ ഈക്വൽ ടു 0. ടി ബാർ വെക്ടറൊക്കെയാണ്. നമ്മൾ ഈ റേറ്റ് പറയുന്നത് ഒരു റിയൽ നമ്പർ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ 0 തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, 0 വെക്ടർ ഒന്നുമല്ല എന്ന് പറയാം. ഇതിങ്ങനെ ഇക്വേഷൻ കൊടുത്തിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഫോർ എ സ്ട്രെയിറ്റ് ലൈൻ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ഈസ് ഓൾവേസ് ദ സെയിം, therefore no change in the direction or no bending for the curve, so the curvature equal to 0. Or by definition mod dt bar by ds ആണ് നമുക്ക് ആവശ്യമുള്ളത്. t bar is a constant, so dt bar by ds its differential equal to differential of a constant vector and it is equal to 0. ഇതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു എക്സാമ്പിൾ. Now we move to a concrete example. ഇത്തിരിയൂടെ കാൽക്കുലേഷനൊക്കെ ചെയ്യാനുള്ള ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. We calculate the curvature of a circle of radius a. റേഡിയസ് a ഉള്ള ഒരു സർക്കിളിൻ്റെ കർവേച്ചർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കർവേച്ചർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് a. നമ്മൾ വെക്റ്റർ ഫോമിലാണ് കർവ്സ് ഇപ്പം ട്രീറ്റ് ചെയ്യുക. പ്ലെയിൻ കർവ്സ് ആണ് നമ്മൾ കർവേച്ചർ പറയാൻ ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞു. ഇപ്പോൾ റേഡിയസ് a ആയിട്ടുള്ള ഒരു സർക്കിളിനെ നമുക്ക് എങ്ങനെ വെക്റ്റർ ഫോമിൽ എഴുതാം? പൊസിഷൻ r of t is given by റേഡിയസ് a ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ കർവ് ആസ് r of t equal to a cos t I plus a sin t j, x equal to a cos t, y equal to a sin t എന്നുള്ള ഇക്വേഷനാണ്. xi പ്ലസ് yj ആണ് പൊസിഷൻ. അതിനെ ഇത് xi പ്ലസ് r ബാർ ഈക്വൽ ടു xi, അത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്നതാണ്. xi പ്ലസ് yj എന്നുള്ളതാണ് എഴുതിയേക്കുന്നത്. x ഈക്വൽ ടു a cos t, y ഈക്വൽ ടു a sin t. അപ്പോൾ കാപ്പ ഡെഫിനിഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഡെഫിനിഷൻ മോഡ് dt ബാർ ബൈ ds എന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എസ് അല്ലല്ലോ കാണുന്നത്, ഇതിൻ്റെ അകത്ത് ടി അല്ലേ കാണുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ കാൽക്കുലേഷൻ പർപ്പസിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക ഇതായിരിക്കും, മോഡ് dt ബാർ ബൈ dt ഡിവൈഡഡ് ബൈ മോഡ് v ബാർ. ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം v ബാർ വേണം, എന്നിട്ട് വേണം മോഡ് v ബാർ. v ബാറിൽ നിന്നാണ് നമുക്ക് t ബാർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് വി കാൽക്കുലേറ്റ് v ബാർ. v ബാർ വളരെ എളുപ്പമാണ്. dr ബാർ ബൈ dt കൊടുത്താൽ v ബാർ ആയി, ഈക്വൽ ടു a ഇൻറ്റു cos ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി മൈനസ് a സൈൻ ടി i പ്ലസ് a ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് cos ടി ഇൻറ്റു j. അതാണ് v ബാറിൻ്റെ വാല്യൂ. ദെൻ വാട്ട് വിൽ ബി മോഡ് v ബാർ? മോഡ് v ബാർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓവർ a സ്ക്വയർ സൈൻ സ്ക്വയർ ടി, സ്ക്വയർ ചെയ്യാൻ നേരെ ചെയ്യുക, മൈനസ് a സൈൻ ടിയുടെ സ്ക്വയർ ആണ്, പ്ലസ് a സ്ക്വയർ കോസ് സ്ക്വയർ ടി എന്നുള്ളതായിരിക്കും മോഡുലസ്. അത് റൂട്ട് ഓഫ് a സ്ക്വയർ ആണ്, പെട്ടെന്നറിയാം, a ആണ് മോഡ് v ബാർ. ദെൻ ടി ബാർ ഈക്വൽ ടു എന്താ നമ്മുടെ ഡെഫിനിഷൻ? v ബാർ ബൈ മോഡ് v ബാർ എന്നാണ് ടി ബാറിൻ്റെ ഡെഫിനിഷൻ. v ബാർ ഇവിടെ ഉണ്ട്, മൈനസ് a സൈൻ ടി i പ്ലസ് a കോസ് ടി j എന്നുള്ളതാണ് v ബാർ. മോഡ് v ബാർ നമുക്ക് കിട്ടിയത് a ആണ്. അപ്പോൾ നമ്മുടെ ടി ബാർ എന്തായി? ടി ബാർ ഈക്വൽ ടു a ക്യാൻസൽ ചെയ്തിട്ട് മൈനസ് സൈൻ ടി i പ്ലസ് കോസ് ടി j എന്നുള്ളതാണ് നമ്മളുടെ ടി ബാർ. ദെൻ ഇൻ ദ ഇക്വേഷൻ ഓഫ് കാപ്പ
numerator contains dt bar by dt. So we differentiate t bar with respect to t. ഈ കാണുന്ന t ബാറിനെ നമ്മൾ t ക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. മൈനസ് ഓഫ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് cos t ഇൻറ്റു i പ്ലസ് cos ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഇൻറ്റു j dt bar by dt ഇതായിരിക്കും. മോഡ് dt bar by dt ഈ വെക്ടറിൻ്റെ മോഡുലസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. mod dt bar by dt equal to square root of minus cos t square, cos square t എന്ന് ഞാൻ എഴുതാണ്, plus minus sin t square, sin square t എന്ന് എഴുതാണ്. So it is equal to 1. Then kappa, ഇതാണ് equation 1 എന്നെല്ലാം കൊടുക്കുക. From 1 kappa equal to, from 1 kappa equal to mod dt bar by dt എന്ന് കിട്ടിയ 1 divided by mod v bar നമ്മൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു, a 1 by a. ഇതിന് ഇക്വേഷൻ നമ്പർ 2 mod dt bar by dt ഇക്വേഷൻ നമ്പർ 3 യൂസിങ് 2 and 3. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 2ഉം 3ഉം യൂസിങ് 2 and 3. kappa equal to 1 by a. We have found the curvature of a circle of radius a to be the reciprocal of the radius. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. Curvature of a circle of radius a is reciprocal of its radius a. Reciprocal of its radius. റേഡിയസിൻ്റെ റെസിപ്രോക്കൽ ആണ് നമുക്ക് ഒരു സർക്കിളിൻ്റെ കർവേച്ചർ ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്പർ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ആർ ബാർ എപ്പോഴും ടിയുടെ ടേംസിലായിരിക്കും. അതുകൊണ്ട് കർവേച്ചറിൻ്റെ ഡെഫിനിഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടി ബാർ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് ഓഫ് ദ കർവ്. ഡി ടി ബാർ ബൈ ഡി എസിൻ്റെ മോഡുലസ് എന്നാണ് ഡെഫിനിഷൻ എങ്കിലും ടി ബാർ വന്നത് പൊസിഷൻ ആർ ബാറിൽ നിന്നാണ്. അത് പലപ്പോഴും ടിയുടെ ടേംസിലാണ് നമ്മൾ എഴുതുക എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ കാൽക്കുലേഷൻ പർപ്പസിലേക്ക് ഡെഫിനിഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യൂണിറ്റ് ടാൻജൻറ്റ് പെർ യൂണിറ്റ് ലെങ്ത്. But we use this equation for calculation purposes. അപ്പോൾ അത് ഓർത്തിരിക്കുക. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.